നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യവും വയോജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനുവരി മാസം 3-ാം തീയതി വിനോദയാത്ര പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രയാസങ്ങളൊക്കെ, വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെയും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തുമൊക്കെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഊഷ്മളമായി ഹൃദയത്തിൻ്റെ ചേർത്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് വെച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. വളരെ വിഷമത്തോടു കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് ഇന്ന് വളരെ പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ എന്തോ ആവശ്യപ്രകാരം ഒരു കേസിൻ്റെ ഭാഗമായി പോകേണ്ടതുള്ളത് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വിളിച്ച നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമേജി നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ചെയ്തു തരുന്ന സുഷമേജിയാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി നമ്മുടെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾക്ക് സുപരിചിതനായിരിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ചാത്തമംഗലം പഞ്ചായത്തിൽ തന്നെയുള്ള നമ്മുടെ ആഷിദ് മാഷാണ്. മാഷ് കൂടിമാടാണ് വീട്. നമുക്കറിയാം, മാഷ് ഒട്ടനവധി പരിപാടികളിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന അധ്യാപകനാണ്. ഒട്ടനവധി ഇങ്ങനത്തെ പരിപാടികൾ വയോജനങ്ങളോടും അതുപോലെ തന്നെ കുട്ടികളെ പരിപാടികളൊക്കെ വളരെ സൗമ്യമായി ഹൃദയമായി നമുക്ക് ഉൾക്കൊള്ളുന്ന ഒരു കലാകാരൻ കൂടിയാണ്. മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ 2 വാർഡ് മെമ്പർമാരുണ്ട്. ഒന്ന് നമ്മുടെ 17-ാം വാർഡിലെ ശ്രീജേച്ചി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു വാർഡ് മെമ്പർ എന്നതിലുപരിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീജേച്ചിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 16-ാം വാർഡ് മെമ്പറായിട്ടുള്ള പ്രീതി വാലത്തിൽ അവരും നമ്മുടെ ഈ ചാരിറ്റിയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നവരാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിവിധ പേര് ഇതിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഒന്ന് നമ്മുടെ കർഷക തിയേറ്റേഴ്സിൻ്റെ പി ഹരിദാസനാണ്. അവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപാസന വാൻസാലയുടെ സെക്രട്ടറി ശ്രീകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഉഴക്കോട് സ്കൂളിൻ്റെ HM ആയിട്ടുള്ള മിഥുൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേരും. ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്നാണ് പറഞ്ഞത്. അവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗണേശേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ചാത്തമംഗലത്ത് നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ പ്രത്യേകം പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ സുന്ദരേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സുന്ദരേട്ടനെ എന്താ പറയാൻ കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു വിഷമത്തോടു കൂടി ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലോറി അപകടവുമായി നമ്മുടെ അർജുൻ്റെ അവരുടെ മകളുടെ മകനാണ് മരിച്ചു പോയത്. അപ്പോൾ അവർ ഈ വിഷമത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നമ്മളെല്ലാവരും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരനായിട്ടുള്ള കാച്ചിലാട്ട് വേലായുധമാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേര് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ക്ലബിൻ ഇതിൻ്റെ ഭാരവാഹികളായ അനന്തേട്ടൻ, അതുപോലെ തന്നെ ഭാസ്കരേട്ടൻ, മധുമാഷ്, എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത നമുക്കെല്ലാവർക്കും സുപരിചിതരായ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള നമ്മുടെ കുന്നമംഗലം കോളേജിലെ രഘുദാസ് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. മാഷ് ഈ പരിപാടി പറഞ്ഞപ്പം തന്നെ ഒന്നാമത് മാഷ് കോളേജിൽ ഇപ്പോൾ നമുക്കറിയാം പരീക്ഷ നടക്കുന്ന സമയം. അതുപോലെ തന്നെ മാഷ് അടുത്ത ഞായറാഴ്ച മാഷ് വീടിൻ്റെ ഗൃഹപ്രവേശനമാണ്. എന്നാൽ ഈ കാര്യം പറഞ്ഞപ്പോൾ, ഈ വയോജനങ്ങളുടെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള OK ജനാർദ്ദനേട്ടനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി കഴിയുന്നത് വരെ നമുക്കൊരു 5:30 ആകുമ്പോൾ നമുക്ക് ഈ പരിപാടി കഴിയാം. നല്ല മനോഹരമായ 2 ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത്. പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി OK ജനാർദ്ദനേട്ടനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമ അവരോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന
വളരെ നല്ല ക്ലാസ് വൈകുന്നേരം ഏറ്റവും നല്ല രീതിയിൽ ആനന്ദപ്രദമാക്കാൻ പറ്റിയ രീതിയിലേക്കുള്ള ഒരു ക്ലാസ്സുമായിട്ടായിരിക്കും അവരെത്തിയിട്ടുള്ളത്. അവരുടെ സമയമൊന്നും വെറുതെ പാഴാക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു വിലപ്പെട്ട സമയമാണ്. വൈകുന്നേരങ്ങളിൽ പ്രായം ചെന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിലൊരു തടങ്കൽ തന്നെയായിരിക്കും. കുട്ടികൾ സ്കൂളിൽ വരാനുണ്ടാവും. അവരുടെ ആ മേൽനോട്ടമൊക്കെ വഹിക്കുന്ന ഈ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് എത്തുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ ചെറിയ കുട്ടികളുണ്ടാവും. വീട്ടിൽ അവരെയൊക്കെ ഇപ്പോൾ എവിടെയോ ഒരു പറ്റിച്ചടിച്ചിട്ട് വന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ പോയില്ലെങ്കിൽ വലിയ മോശമല്ലേ, അല്ലെങ്കിൽ സന്തോഷമൊക്കെ വന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാ പോവാതിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറേ ടൂറൊക്കെ പോയതാണ് ഇവരൊക്കെ കൂടെ. അപ്പം അങ്ങനെ ഒരു ഇത് പറഞ്ഞു ടൂറിന് പോയ ഉത്സാഹമൊന്നും ചിലപ്പോൾ ഈ ഒരു പരിപാടിക്ക് വരുമ്പോൾ ടൂറിന് പോകുമ്പോഴും ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാ മുട്ട് മടങ്ങുമോ, പോയി ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും മുട്ട് കുറച്ചും കൂടി പണിയാക്കുക പോയെന്നൊക്കെയുള്ള പേടിയിലായിരിക്കും ഇവർക്ക് പോയിട്ടുണ്ടാകും. ഫ്ലൈറ്റിലൊക്കെ പോയ ആൾക്കാരാ, നമ്മളെക്കാളൊക്കെ ഉയർന്ന രീതിയിൽ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതിന് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ പിന്നെ ഒരുപാട് യാത്രകളും പ്രായം ചെന്ന ഈ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും അതിന് ഉള്ള ഭാഗ്യമൊക്കെ സിദ്ധിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം ഇവിടുത്തെ കർഷക തിയേറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ EMS ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിലും ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു നല്ലൊരു കൂട്ടായ്മ ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നാടൊട്ടാകെ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ സന്തോഷം വെച്ചുകൊണ്ട് തന്നെ അധികം സമയം വൈകിക്കാതെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. എന്താ കാരണം എന്താ വെച്ചാൽ ഇവരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ ഞാനും ആകാംക്ഷയായിട്ടാണ് വിളിക്കുന്നത്. എല്ലാവർക്കും നല്ല വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച വൈസ് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന രഘുമാഷ്, ആഷിഫ് മാഷ്, പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയമുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു വയോജനങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാലാണ് വയോജനം എന്ന് പറയാം. ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയോജനങ്ങളാവുന്നതോടുകൂടി തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ, ആ വിഷയത്തിലേക്കൊക്കെ രണ്ട് മാഷുമാർ കടക്കുകയായിരിക്കും. പ്രധാനമായും ശാരീരിക പ്രശ്നങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ പ്രോസ്റ്റേറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനേക്കാൾ ഉപരിയാണ് മാനസിക പ്രശ്നം. അതൊരു ചെറിയ തോതിൽ നമ്മളെ വൈസ് പ്രസിഡന്റ് തൊട്ട് വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തടവറയിൽ അടയ്ക്കപ്പെട്ട രീതിയിലാണ് ഇന്നത്തെ വയോജന സമൂഹം. അപ്പൊ ആ തോട് പൊട്ടിച്ച് നമുക്ക് പുറത്തേക്കാണ്. അതിനുള്ള ചെറിയ പ്രവർത്തനങ്ങൾ നമ്മളെ കോഴിക്കോട് 17-ാം വാർഡ് 16-ാം വാർഡിലായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉപാസന വായനശാലയുടെ ഒരു ഇതേപോലുള്ള ഒരു കൂട്ടായ്മ നടന്നു. ഇങ്ങനെ നിരന്തരമായി നമ്മുടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതില് ഉണ്ടാവുന്ന മാനസികമായ ആ ഒരു ഉന്നതി അല്ലെങ്കിൽ മാനസികമായി കിട്ടുന്ന ആ ഒരു സന്തോഷം, നമ്മുടെ വീട്ടിലെ വൈകുന്നേരം കുട്ടികളെ, പേരക്കുട്ടികളെ, സാധാരണ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ അടച്ചിടപ്പെടുകയും പേരക്കുട്ടികളെ നോക്കാനുള്ള ഒരു ആളുകളായി മാറും അച്ഛനും അമ്മയും, അല്ലേ? മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടികളുടെ നോക്കൽ. അതേപോലെ തന്നെ ഇവരെ മക്കളൊക്കെ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ പേരെടുക്കാൻ ഏതോ ഒരു കവിത ഉണ്ടെന്ന് തോന്നുന്നു, പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് പറയുന്നൊരു, അതേപോലെ പേരിന് പോവാൻ ഞാനൊക്കെ ചിലപ്പം പോണ്ടി വരും കേട്ടോ, ഇതൊക്കെ ആണെങ്കിലും. അപ്പം എന്നിരുന്നാലും നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഭൂമിയിലെ സ്വർഗം കാണാതെ അവിടുത്തെ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ മൂഢന്മാരാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൈസ നമുക്ക് വരും പോവും. അപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു യാത്ര പോവാത്തത്. അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് തായ്ലൻഡിലേക്കോ വിയറ്റ്നാമിലേക്കോ പോകണമെന്നില്ല. ഇവിടുന്ന് കോഴിക്കോട് ബീച്ചിൽ പോയാൽ മതി. കോഴിക്കോട് ബീച്ച് ആദ്യമായിട്ട് കോഴിക്കോട് പ്രദേശത്തെ 1-2-3 ആളുകളെ കാണിച്ചു കൊടുത്ത കർഷാധ്യറ്റേഴ്സാണ്. ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ച്. അപ്പം നമ്മൾ ആ രീതിയിൽ മാനസികമായ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വായന, അതേപോലുള്ള കൂട്ടായ്മകൾ, ഏതെങ്കിലും ചാരിറ്റിയിലോ അല്ലെങ്കിൽ വായനശാല പോലുള്ള പ്രവർത്തനങ്ങളിലോ ഇൻവോൾവ് ആവുക, പാട്ട്, സംഗീതം,
ഈ രീതിയിൽ മറ്റൊരു രീതിയിലേക്ക് മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മാനസികമായ ഉല്ലാസം ലഭിക്കുകയുള്ളൂ. EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മളൊരു സഞ്ചി, വലിയൊരു സഞ്ചി അല്ല, വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. നമ്മുടെ സെക്രട്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ വയോജനങ്ങളാണ്, ഇഷ്ടംപോലെ മരുന്ന് വാങ്ങാനുള്ള ഷീറ്റ് കൊണ്ടുപോകാണ്ടാവും, ആ ഷീറ്റ് കൊണ്ടുപോകാനാണ്. അപ്പം ഏതായാലും നമ്മളെ ഈ സഞ്ചി, കുടിസഞ്ചിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ വൈസ് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. സരോജന ചെയ്യാൻ സ്വീകരിക്കാം. 1, 2, 3. ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഓരോ സഞ്ചി. അപ്പൊ ഈ ആശംസകൾ അറിയിക്കാൻ വിധുൻ മാഷ്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത്രയും ഒരു കുടുംബത്തിൻ്റെ സ്നേഹമല്ലാതെ ഒരു നാടിൻ്റെ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങുന്ന അമ്മമാരെ, അച്ഛന്മാരെ, ഈ ഒരു സന്തോഷവേളയിൽ എന്താണ് നിങ്ങളോട് ആശംസകൾ പറയാൻ മാത്രമുള്ള ഒരു യോഗ്യത നിങ്ങളെപ്പോലെയുള്ള മധ്യവയസ്കർക്കുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ തുടങ്ങി വെച്ചതുമായിട്ടുള്ള പല പല സത്യങ്ങളും പല പല കാര്യങ്ങളും ഈ ഒരു തലമുറ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓർമ്മകളിൽ മാത്രമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ കണ്ടുപോയിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങളത് പൂർണ്ണമായിട്ട് ആസ്വദിച്ചവരാണ്. ആ ഒരു സൗഭാഗ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് കാണാനെങ്കിലും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരിക്കാം. കേരളം എന്നുള്ള ഒരു സംസ്ഥാനം കാർഷിക വൃത്തിയുടെയും മറ്റു പല തരത്തിലുള്ള ഉത്സവങ്ങളുടെയും ഒക്കെ ഒരു സമന്വയമായിട്ടുള്ള ആഘോഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഒരു 60-70 വയസ്സ് പ്രായമുള്ള നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയവരാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് അസൂയാണുള്ളത്. ഒരു കാളകൂട്ട്, അല്ലെങ്കിൽ ഒരു കരി, ഒരു മുഖം, ഇത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, വീട്ടിലൊരു ഉത്സവങ്ങൾ, വീട്ടിലെന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ ഒന്ന് നിലം മെഴുകുന്ന അവസ്ഥ, ചാണകെട്ട് മെഴുകുന്ന അവസ്ഥ, അയൽ വീട്ടിലുകാരായിട്ടുള്ള നിങ്ങളുടെ പങ്കുവയ്ക്കലുകൾ, സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ തലമുറകളിൽ നിന്നും അന്യം വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചവരാണ് നിങ്ങൾ. ഇനിയുള്ള നിങ്ങളുടെ ജീവിതങ്ങൾ ഇനി ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം കയറുന്നതിന് മുമ്പ് സന്തോഷം കുറിച്ച് പറഞ്ഞു. 3-ാം തീയതിയാണ് നമ്മുടെ മാഷ. അങ്ങനെ വെറുമ്പാക്ക് പറഞ്ഞ് പോയാൽ പോരാ. മാഷ എന്തെങ്കിലും 3-ാം തീയതി ടൂറിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, പറയണം, ഈ വേദി പറയണമെന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ടോന്നാണ് പറഞ്ഞാൽ നമ്മളത് കേൾക്കണ്ടേ? അത് നമ്മളെ ബാധ്യതയില്ലേ? നിങ്ങളെ വിളിച്ചതോ ഇത് പറയാനാണെന്ന് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അല്ല, നമ്മള് തമാശ പറഞ്ഞതാട്ടോ ഇവിടെ. എന്തായാലും ഉച്ചഭക്ഷണത്തിനുള്ള ഏർപ്പാട് നമ്മളൊക്കെ ചെയ്യാം. ഞാൻ ചെയ്തോളാം. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമസ്കാരം. നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. ശ്രീജ പൂളക്കുമുണ്ട്. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിൽ സദസ്സിലുമിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, EMS പ്രസിഡന്റ് പ്രവർത്തകരെ, നമുക്ക് വളരെ സരസമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ 2 ആൾ കാത്തിരിക്കുന്നുണ്ട്. ആ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏവരും ഇവിടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ
ഇങ്ങനെയുള്ള സദസ്സിന് മുന്നിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനും അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സമയം നമ്മുടെ ആ വീട്ടിനകത്തു നിന്ന് പുറത്ത് കിടന്നും കണ്ട് അത് ആസ്വദിക്കാനും അവസരമൊരുക്കിയ EMS ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും അറിയിക്കാനും തുടർന്നും നമുക്ക് ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് വേണ്ടത്. ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ വിട്ടുപോവുകയല്ല വേണ്ടത്. നമുക്ക് ഇതേപോലെ തുടർന്നും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രീതി പാലത്തിൽ. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ EMS ചാരിറ്റബിൾ സൊസൈറ്റി വളരെയധികം നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ കൂട്ടായ്മയായി കൂടിയിരിക്കാനും അതേപോലെ ടൂർ കൊണ്ടുപോകാനും ഒക്കെ നല്ല രീതിയിലുള്ള സഹകരണമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഇവർക്ക് ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ അതിൽ പങ്കാളികളാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കും. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഹാഷിദ് മാഷെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വലിയ സന്തോഷം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു. ഇത്രയും വലിയൊരു സദസ്സ് ഇങ്ങനെ കാണുമ്പം വയോജനങ്ങളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്. ഈ നാടിന്റെ ഈ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. ഇത്രയും നന്നായിട്ട് ഈ വേദിയിൽ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. ഇതിന്റെ സംഘാടകർ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ സമയം നമുക്കൊന്നും ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല, കുറച്ച് കേട്ടാൽ മതി അല്ലേ. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാര് പറഞ്ഞാലും വല്യമാര് പറഞ്ഞാലും അല്ലേ പ്രായമുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ കുട്ടികളും ഇരിക്കുകയാണ് നമ്മുടെ അടുത്ത്. ഇന്ന് ആർക്കും സമയമല്ല. കാരണം ആ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമയമായിരിക്കാം. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരുപാട് സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. കാരണം ഒരു സമയം ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വീട്ടിൽ തക്കാളി പച്ചവടം വാങ്ങിക്കൊണ്ടുവരുന്ന ആള് അല്ലേ, അല്ലെങ്കിൽ ഈ മീൻ വാങ്ങി കൊണ്ടുപോയി എടുത്തായിട്ട് രാവിലെ 10 കഴിഞ്ഞാൽ അവിടെ കുത്തിരിക്കുന്ന ആള്, ഈ പണി മാത്രമായിട്ട് മാറും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാണ്ട്. കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സംഗതിയും അത് തന്നെയാണ്. ഇപ്പൊ മിഥുമാഷ് പറഞ്ഞില്ലേ, പുതിയ കാലഘട്ടത്തിലെ കുട്ടികള്, ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ പാട്ട് കേൾക്കിനി. ആ പാട്ടിലാണത്, മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക് ഗുണദോഷങ്ങളോ മതിയാക്ക്, ഇതൻ പാത എന്നധികാരം വഴി തെറ്റാനുമുണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ച് കാട്ടു തോന്യാസം ഇല്ലുമിനാട്ടി കേട്ടുന്ന പാട്ട്. ഈ പാട്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷായി ഈ പാട്ട് കേട്ടാല്. അതെന്തെങ്ങനെ സംഭവിച്ചേ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത്. അപ്പൊ വരുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ കേട്ട പാട്ടാ. ആ ഒരു പാട്ട് കേട്ടതും ഇന്ന് രാവിലെ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അല്ലെ. ഇന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു സുപ്രീം കോടതി ഒരു കുഞ്ഞിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു വാർത്ത. പത്രം വായിച്ചവർക്ക് അറിയാം അല്ലെ, അവർ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. എന്താ ആ വാർത്ത വായിച്ചവരുണ്ടോ? നല്ലൊരു വാർത്തയായി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടീന്റെ വധശിക്ഷ. എന്താ ചെയ്തതെന്ന് അറിയോ? അമ്മേനെ കേട്ടിട്ടുണ്ടാവൂലേ? അമ്മേനെ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാഴ്സ് ആക്കിയിട്ട് കുട്ടി ഭക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചെയ്തത്. കാലഘട്ടത്തിലെ വലിയ മാറ്റം കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ വളർന്നൊരു കാലഘട്ടത്തിൽ അമ്മ എന്താ അച്ഛൻ എന്താന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാലഘട്ടം, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടം. അമ്മയെ കുഞ്ഞിനെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എന്ന് പറയുന്നതിന് അതിർത്ഥം ഏറ്റവും മനോഹരമായിട്ട് അമ്മ എന്താ, ഒരു കുഞ്ഞിനെ താരാട്ട് പാടി കിടത്തി ഉറക്കിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിട്ട് ആ തൊട്ടിലയിൽ ഇട്ടിട്ട് കിടത്തി ഉറക്കിയിട്ട് അമ്മ തിരികെ പോരുന്ന സമയത്ത്
സുന്ദരമായിട്ട് അമ്മ പറയാണ്, എന്താ കുയിലേ നീ പാടല്ലേ, എന്റെ കുഞ്ഞ് ഉറങ്ങണുണ്ട്, എന്റെ കുയിലിന്റെ പാട്ട് കുട്ടിയൊക്കെ ഇഷ്ടാ, പക്ഷെ ഒച്ച കേട്ടാ കുട്ടി ഉണർന്നു പോകും, ദയവ് ചെയ്തിട്ട് കുയിലേ നീ പാടല്ലേ എന്നല്ലേ. അതേപോലെ നിലാവേ എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ ഈ പെയ്യല്ലേ, എന്റെ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കണ സ്വപ്നത്തിന്റെ നിറം കെട്ടുപോകും. അതുകൊണ്ട് അല്ലേ ഏറ്റവും സുന്ദരമായിട്ട് നമ്മൾ കേട്ട പാട്ടല്ലേ, നിങ്ങൾ കേട്ട പാട്ട് ഏതാ? അതാ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന് സുന്ദരമായിട്ട് അമ്മ ആരെ പാടി പഠിപ്പിച്ചു? ആ കുഞ്ഞിനെ പാടി പഠിപ്പിച്ചു. നേരെ മറിച്ച് ഇന്നത്തെ കുട്ടികളോ ഇത് കേൾക്കാൻ സമയമില്ലാത്തൊരു പ്രശ്നമാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു, ഒരു വീട്ടിന്റെ ഉള്ളില് അടങ്ങി നിൽക്കുന്ന വയോജനങ്ങൾ അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ആരും അടങ്ങിക്കിടുണ്ടോ? എനിക്ക് തോന്നണില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സും 6 വയസ്സും ഏകദേശം കറക്റ്റ് ആണ് പറഞ്ഞത്. ശ്രദ്ധിച്ചില്ല നിങ്ങള്? 6 വയസ്സിലൊരു കുട്ടി പൊട്ടിപ്പൊരിഞ്ഞ് നടക്കുമ്പോൾ 60 വയസ്സുള്ള ആളുകൾ നടക്കുന്ന അതെന്തുകൊണ്ടാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ഊർജ്ജം. എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബാധ്യതകളും ഒക്കെ കഴിഞ്ഞ് ഏറ്റവും സുന്ദരമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മേലോട്ട് നോക്കിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയല്ല അല്ലെ ചെയ്യേണ്ടത്. പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഏറ്റവും സുന്ദരമായിട്ടൊരു മാതൃക ഉണ്ട്. ഇന്ന് ഞാനും മിഥുന്മാഷൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും സ്കൂളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഭൂമിയുടെ പാദം പണിത ആളുകളാണ് ആര്? നിങ്ങളെല്ലാവരും. അത് നമ്മൾ ഉണ്ടാക്കിയതാ, തനിയെ ഉണ്ടായി വന്നതൊന്നല്ല. നമ്മൾ എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പുതിയ തലമുറക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ട് ഈ പുതിയ AI കാലഘട്ടം തൊട്ട് ആ പഴയ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ അമ്മമാര് ചേർത്ത് നിർത്തി ഒക്കത്തെടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഏഷാമാരിവിന് ഒരു മൈരിവ് വാങ്ങി കൊടുക്കണതിന് മുമ്പ് ഇങ്ങനെ ഒക്കത്തെടുത്തിട്ട് ഇതാ അമ്പിളിമാമനെ നോക്ക് എന്ന് പറഞ്ഞ മാനത്തേക്ക് നോക്കിയിട്ട് ഏറ്റവും സുന്ദരമായിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് ചോറ് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ആ സമയം മാനത്ത് നോക്കി ഏതൊരു കുട്ടി എന്ത് ചെയ്യുന്നു? വായ തുറക്കും. എന്ത് രസമായിട്ടായിരുന്നു അന്ന് നമുക്ക് ഭക്ഷണം അങ്ങനെ വായലിട്ട് തരും. ആ സമയം നമുക്ക് പഠിച്ചു തന്നിട്ടുള്ള നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ ഇന്നും ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. നേരെ മറിച്ച് ഞങ്ങളുടെ മക്കൾക്ക് അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ ചേർത്ത് നിർത്തേണ്ട ഒരു പ്രയാസം അല്ലേ. അന്ന് നമുക്ക് പാടി തന്ന പാട്ടുകൾ ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങളെ പുരയിൽ ഇപ്പം നിങ്ങളെ ഒരു മരുവോളുണ്ടെന്ന് കൂട്ടിക്കോളി. ആ മരുവോട് എടുത്ത് നിങ്ങളിതാ കുട്ടീനെ ഒരു 5 മിനിറ്റ് എടുക്കുമ്പോഴത്തേനും അമ്മേ ദാ മോനൊന്ന് എടുത്താണി അല്ലെങ്കിൽ മോളൊന്ന് എടുത്താണി എന്ന് പറയൂലേ. അതെന്തുകൊണ്ടാ? അമ്മനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനെ എത്ര മണിക്കൂർ എടുത്താലും എത്ര കിലോമീറ്റർ കുട്ടീനെ എടുത്ത് നടന്നാലും എന്തില്ല? ഒരു ഊരവേദനയില്ല. മരുവോട് എന്താ പറയാ? നോക്കിയാണി ആ കുട്ടീനൊന്നും എടുത്താണി ചൂര വരുത്താവുണ്ട് അറിയില്ല. നിങ്ങൾ ഇങ്ങനെ കൊടുക്കും കുട്ടീനെ. എന്താ ഞമ്മക്കാർക്ക് ഊര വരുത്താവില്ലേ? എത്ര സമയങ്ങളെ മടിയിൽ നിങ്ങളെ കുട്ടീനെ എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അമ്മയെ അല്ലെങ്കിൽ അച്ഛന് മണിക്കൂറുകളോളം കിലോമീറ്ററുകൾ കുട്ടീനെ എടുത്തിട്ട് പോകും. അതെന്തുകൊണ്ടാ? അതാ ചേർത്ത് നിർത്തല്. അങ്ങനെയാണ് ആര് വളർത്തിയത്? ഞങ്ങളൊക്കെ വളർത്തിയത്. പക്ഷെ ഞങ്ങൾ തൊട്ട താഴെയുള്ള തലമുറനെ അങ്ങനെയല്ല വളർത്തുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്താ? ചേർത്ത് നിർത്തലിന്റെ ഒരു പ്രയാസം. അതാണ് നമുക്ക് ഇല്ലാതായി പോകുന്നതും അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതും ഉണ്ടാവേണ്ടതും. ഏറ്റവും നന്നായിട്ട് പുഞ്ചിരിയോടുകൂടി വരാൻ പോകുന്ന നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാണ്ട് ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. നിങ്ങളെ തൊട്ടടുത്തുള്ള ആളെ കൈയൊന്ന് പിടിക്കുകയും കൈയൊന്ന് പിടിച്ചു നോക്കി പിടിച്ചോളി. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോളി, കൈ പിടിച്ചോളി. എല്ലാരും ഒന്ന് കൈ കോർത്തിട്ട് പിടിച്ചോ. ആളെ ബാക്കിലൊന്നും പിടിച്ചില്ലല്ലോ. ആളെ പിടിക്കാത്തവരുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? നമ്മുടെ സ്കൂൾ അങ്ങനെ കുട്ടികളെ മിഥുമാശയിലെ നമ്മള് വട്ടത്ത് നിർത്തിയിട്ട് കൈ പിടിക്കാൻ പറഞ്ഞാൽ ചില കുട്ടികൾ പിടിച്ചൂല. നമുക്ക് എല്ലാരെയും പിടിക്കാം. കാരണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 6, 60 ഒന്നാന്നുള്ള കണക്ക് വേണം. കൈ പിടിച്ചപ്പോ നിങ്ങൾക്ക് എന്താ തോന്നണേ? പിടിച്ചു നോക്കി നന്നായിട്ട്.
ഒരു സുഖം തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണാണ്, ഇങ്ങനെ കൈ കോർത്ത് നിൽക്കണാണ് ഏറ്റവും നല്ലേ? എന്താ നല്ലേ? കൈ കോർത്തിക്കണല്ലേ? ഒരു ധൈര്യം വരുന്നില്ലേ? ഈ ഒരു എനർജിയാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാവേണ്ടിയല്ലേ? ഇനി തൊട്ടപ്പുറത്തുള്ള ആളെ ഇപ്പുറത്തുള്ള ആളെ നോക്കി നന്നായിട്ട് നീ ചിരിച്ചു നോക്കി, മുഖത്തൊക്കെ നോക്കിട്ടോ, മുഖത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു നോക്കി. എല്ലാവരും ചിരിച്ചു നോക്കി, നന്നായിട്ട് തിരിച്ചോളി, ഒന്നും സംഭവിക്കില്ല. എന്താ ചിരിച്ചോളി, ആട്ടും കൊണ്ട് നന്നായിട്ട് നോക്കി ചിരിച്ചോളി. നമ്മക്ക് ഇവിടെ ഒരു കളങ്കും ഉണ്ടാവരുത് അല്ലേ? ഇത് നമ്മളെ മനസ്സ്. വേഗം തിരിക്കി, ഇനി ഇങ്ങനെ വേഗം തിരിച്ചിട്ടില്ല, തിരിച്ചും കറക്കിക്കോട്ടോ. എന്നിട്ട് നിങ്ങൾ എല്ലാരും നിങ്ങളെ കവിളിൽ തൊട്ട് കണ്ടില്ലേ? ഒക്കെ ഷൂട്ട് ചെയ്തല്ലോ. എല്ലാവരും തന്നെ നെറ്റിമേലിങ്ങനെ കൈ വെക്കുക. ഞാൻ കവിളില് തൊടാനല്ലേ പറഞ്ഞ്? നിങ്ങൾ എവിടെ ഇപ്പൊ തൊട്ട് നെറ്റിമേല്? ഞാൻ കവിളില് തൊടാൻ പറഞ്ഞ നെറ്റിയിൽ തൊട്ടപ്പോ നിങ്ങൾ ഇത് നമ്മളെ പുരയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്ന. എല്ലാ പ്രശ്നത്തിനും കാരണം എന്താണെന്നറിയോ? ഇതാ കാരണം. എന്താ? നിങ്ങളെ കൈയൊന്ന് പൊക്കിക്കാണി പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൈ നോക്കി നല്ല രസമായിട്ട്. എന്നിട്ട് കൈയൊന്ന് കറക്കി കാണി, കൈ കറക്കി. പിന്നെ നമ്മൾ പറയണത് ആരും കേൾക്കണില്ല. എന്താ ചെയ്യുന്നത്? നമ്മൾ നന്നായിട്ട് കാണുക. ഈ കണ്ടതാ നിങ്ങളെ കവിളിലൊന്ന് തൊട്ടേന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റി തൊട്ടപ്പോ ഈ ഒരു സാധനം നമ്മൾ മാറ്റണം. വേണ്ടേ? കേൾക്കാൻ നമുക്ക് എത്ര ചെവി എന്നാണ്? 2 എണ്ണം തന്നില്ലേ? പറയാൻ എത്ര നാവാ തന്നെ? 1 തന്നുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നന്നായിട്ട് എന്താവണം? കേൾക്കുന്ന ആളുകളാവണം അല്ലെ? നന്നായിട്ട് കേൾക്കാരോ എന്ന് പറയും. എന്നിട്ട് നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. നമുക്ക് നന്നായിട്ട് പറയാൻ കഴിയുന്ന നാവ് നമ്മളെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? കേൾക്ക. ആര് പറഞ്ഞാലും നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കണതിന് മുമ്പ് വയറ്റിൽ നിന്നുള്ള സമയത്തിന് എന്തുണ്ട്? ഈ കുഞ്ഞ് ഭക്ഷണം വാരി കഴിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് കൈ ഇങ്ങനെ വിടർത്തുന്നുണ്ടോ? ഇല്ല അല്ലേ? ഭക്ഷണം വാരി തിന്നണില്ല. നേരെ മറിച്ച് കുട്ടി ആകെ ചെയ്യുന്ന ഒരു സാധനം എന്താ? നന്നായിട്ട് കുട്ടി കേൾക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് പഴയ കാലത്ത് അമ്മമാരും അമ്മിമാരൊക്കെ ഇങ്ങനെ അരക്കണ സമയത്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പണിയാണട്ടോ, ഞങ്ങളുടെ നാട്ടിലിപ്പോ നെല്ലിക്കുത്തലാണടോ, നെല്ലിക്കുത്തല്. നെല്ലിക്കുത്തലെങ്ങനെ പിന്നെങ്ങനെ നെല്ലിക്കുത്തലിങ്ങനെ പിന്നിങ്ങനെ അല്ലേ? എത്ര സുന്ദരമായിട്ടായിരുന്നു ആ അമ്മമാര് പാടിയിരുന്നത്. ഇന്ന് ഏതെങ്കിലും അമ്മമാർ നിങ്ങളെ പോലെ നിങ്ങളെ മരക്കളൊക്കെ ഉണ്ടാവൂലേ? അമ്മിമാരെ അരക്കുണ്ടോ? ഇല്ല അല്ലേ? അത് ഏറ്റവും സുന്ദരമായിട്ട് നിങ്ങൾ കുഞ്ഞിനങ്ങൾ എങ്ങനെയുള്ളു ഇങ്ങനെ വിളിച്ചുണർത്തീനെ നേരം വിളിക്കുമ്പോ ഡാ മോനെ അല്ലേ, ഡാ മോളെ നോക്ക് എണീക്ക് അല്ലേ? ഇന്ന് രാവിലെ തന്നെ കുട്ടി എന്തെങ്കിലും എന്റെ മിക്സി അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ രാവിലെ കേൾക്കുന്ന അമ്മിമേലെ ഇറക്കല്ല. എന്താ മിക്സി ഇത് കേട്ട് കുട്ടികളുടെ നീക്ക. ഇത് കേട്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ പുതിയ കാലഘട്ടത്തിലെ കുട്ടി അതാ. നിങ്ങൾ പറയും മഴ പെയ്യുമ്പോ നോക്ക് എന്ത് നല്ല മഴ അല്ലേ, എന്ത് നല്ല വെയില. ഇന്നെന്താ പറയാ? മഴ ഒലക്കമ്മലൊരു വെയില്. ഇങ്ങനെയാണ് നമ്മുടെ സംസാര ശൈലി വരെ മാറിയത്. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പോക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? സുന്ദരമായ ഒരു കാലഘട്ടത്തിൽ, ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാ. ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഉണ്ടല്ലേ മതിലെ ദിക്കല്ലേ മതിലെ ചാരല്ലേ മതിലെ എന്ന് പറഞ്ഞിട്ട് ആരാ? ഈ പറഞ്ഞ എല്ലാവരും ജാതി മതഭേദമന്യേ ഒരു ബെഞ്ചിലിരുന്ന് ഏറ്റവും മനോഹരമായി സുന്ദരമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം അവിടെ ഉണ്ടല്ലേ? നിങ്ങളൊക്കെ പഠിച്ച് വളർന്ന സാഹചര്യം അതാണ് അല്ലേ? നിങ്ങൾ തന്നിട്ടുള്ളൊരു ഗുണം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുണ്ട്? പുറകോട്ട് നോക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു തലമുറയെ സംബന്ധിച്ച് നമുക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഈ രീതിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടവരല്ല, നേരത്തെ പറഞ്ഞ രീതിയിൽ വയോജനങ്ങൾ എന്ന മുദ്ര കുത്തിയിട്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിൽക്കേണ്ടവരല്ല. നമുക്ക് ഭൂമിയുടെ പാദം പണിതു കൊടുത്ത നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭൂമി എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട് അല്ലേ? ഇതിനെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ചെറുതായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഭരണകർത്താക്കള്, നമ്മുടെ ഭരണാധിപന്മാരും മേൽഘടകത്തിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ എന്താ ഈ 56 വയസ്സും 50 വയസ്സും കഴിഞ്ഞ പോലെ അല്ല. ശ്രദ്ധിച്ചു നമ്മള്? ആരാ? നമ്മളൊക്കെ അത്ര പ്രായമുള്ള ആളുകളാ. കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന സകലമാന ആളുകൾ നിങ്ങൾ പറയുന്ന ഈ ഒരു പ്രായത്തിലുള്ള ആളുകളാ.
ഞങ്ങളൊക്കെ പറയലുണ്ട് സ്കൂൾ 56 വയസ്സാകുമ്പോഴത്തേനും റിട്ടയർഡ് ആവുന്നു അല്ലേ? 56 വയസ്സായ റിട്ടയർഡ് ആയ ഒരാളെ നോക്കി എപ്പോഴും ഷാറൂഖ് ഖാന്റെ വൈദ്യ ഉണ്ടാകുക. കാരണം എന്താ? അവർക്ക് പ്രായം 56 കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോഴേക്കും എന്ത് ചെയ്യണം? റിട്ടയർഡ് ആവണം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രായമാണ് ഇപ്പം എന്നുള്ള തിരിച്ചറിവ്. അത് കേവലം നമ്മൾ എന്ത് ചെയ്യേണ്ടവരല്ല, വീട്ടില് നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ മക്കളിലൂടെ വളർന്ന് വരുന്ന ഒരു തലമുറ ഉണ്ട്, അവരും കൂടി കണ്ടു പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പാദം പണിതിട്ടുള്ള നമ്മള് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ബാധ്യത ആരുടെയാണ്? നമ്മളുടേതാണ്. അത് കേവലം അകത്തടങ്ങളില് അടച്ചിടേണ്ടവരല്ല എന്നുള്ള ബോധം നമുക്കുണ്ട്. ഇനിയും ഒരുപാട് നേരിന്റെ പാതയിൽ, നന്മയുടെ പാതയിൽ നാടിനെ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നിങ്ങൾ. മാതേച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഒരു കോഴിനെ പിടിച്ചുകൊണ്ട് വരുന്ന പറയും. ഞങ്ങൾ അവിടെ പോയിട്ട് കോഴിനെ പറത്തിച്ചിട്ട് പിടിക്കും. മാതേച്ചിങ്ങനെ പറയുക, ആ കഴുത്തിൽ തൊപ്പല്ലാത്ത കോഴിനെ പിടിച്ചു പറയും. ഞങ്ങളങ്ങനെ പറത്തിച്ച് ആ കോഴിനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് അറുത്ത് എല്ലാവരുടെയും കറി വെച്ച് കഴിക്കും. അന്നത്തെ ഒരു ദിവസം രാത്രി ഈ 7 മക്കളും ഓരോ മരുമക്കളും മക്കളെ മക്കളും ഒക്കെ തിന്നാലും പിറ്റേന്ന് രാവിലെ പത്തിരി കൂട്ടാൻ കോഴിക്കറി ബാക്കിയ, അതിൽ കഷ്ണം ഉണ്ടാവും. എന്താ സംഭവിച്ചത്? ഒരു കോഴിയാ. ഇന്നിപ്പോ സന്തോഷത്തിന്റെ വീട്ടിൽ ഞാൻ വരേണ്ട ഒരു 3 ബ്രോസ്റ്റ് ഓർഡർ ചെയ്യും. അതിൽ എത്ര കോഴി ഉണ്ടാവും? ഒരു 4 കോഴി ഉണ്ടാവും അല്ലേ? ആരെ തിന്നാണ്ട്? ഞാൻ സന്തോഷത്തിന്റെ 2 ആളും മാത്രം. എന്താണ് ഇവർക്ക് അറിയാത്ത? സത്യത്തില് എവിടെയാ പ്രശ്നം? ഒരു ചെറിയ കുഞ്ഞു വീട്ടിൽ നമ്മളെല്ലാരും കൂടി കിടന്നുറങ്ങിയില്ലേ? എത്ര മനോഹരമായിട്ട് സുന്ദരമായിട്ട് ഓന്റെ വേർപ്പ് നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ച് കൂടി എല്ലാരും കൂടി ഒന്നിച്ച് കൂടി കൈകളടിക്കണം കൂട്ടുകാരെ, കൈകളടിക്കണം കൂട്ടുകാരെ. അവിടെ പാടി തരട്ടോ, എല്ലാവരും കേട്ട് പാടുന്നേ. എല്ലാരും കൂടി ഒന്നിച്ചു പാടി കൈകളടിക്കണം കൂട്ടുകാരെ, കൈകളടിക്കണം കൂട്ടുകാരെ. ഇടങ്കൈ പൊക്കി വലങ്കൈ താഴ്ത്തി ചുറ്റും തിരിഞ്ഞു നോക്കി കൈകളടിക്കണം കൂട്ടുകാരെ. നമ്മളതാണ്. അത് മുഖത്തേക്ക് നോക്കിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം. വേണ്ടേ? ആ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ കഴിയണം. പഴയ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചോദ്യം ചെയ്യൽ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. കേട്ടിട്ടില്ലേ? പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ഇതൊന്നും വെറുതെ കിട്ടിയതല്ല, നിങ്ങളൊക്കെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ് ഈ ഭൂമിയിലെല്ലാം. അതിനെ നശിപ്പിക്കാൻ ആര് സമ്മതിക്കരുത്? നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് ആരാ? നിങ്ങളാണ്. അതിന് മുന്നിൽ നിന്ന് ഏറ്റവും മനോഹരമായി നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമത്തെ കടിക്കും. ഓക്കെ, നിങ്ങളെ വീട്ടില് പേരക്കുട്ടീനെ അണിയിച്ചൊരുക്കലില്ലേ? അതേപോലെ ഒന്ന് അണിയിച്ചൊരുക്കി കാണി. അങ്ങനെ നോക്കി നന്നായിട്ട് അണിയിച്ചൊരുക്കണം. യെസ്, നന്നായിട്ട്. അവിടെ ഒരാളുണ്ട് കേട്ടോ, ശില്പി. ഒരാള് ശില്പം. ശില്പം ഏറ്റവും മനോഹരമായിട്ട് പേരക്കുട്ടീനെ എങ്ങനെയാണോ നമ്മൾ പുരയിൽ അണിയിച്ചൊരുക്കണേ അതേപോലെ അണിയിച്ചൊരുക്കാൻ വേണ്ടിട്ട് പണി. ഞാൻ കാണട്ടെ, ഒന്ന് ഒരുക്കി കാണി. ഇല്ല, ഒരുക്കിയില്ല. ഇതിപ്പം രാവിലെ മദ്രസയിലും സ്കൂളും അല്ലെങ്കിൽ സ്കൂളൊക്കെ പറഞ്ഞേക്കുന്ന സമയത്തല്ലേ കല്യാണം പറ്റി ഒരുക്കീന്ന് അറിയാം നമ്മള്. ഇല്ല, നന്നായിട്ട് ഒരുക്കിയതാന്ന് കാണട്ടെ. എല്ലാരും നോക്കിട്ടോ, നല്ലൊരു കയ്യടി കൊടുക്കാൻ. ശില്പമാക്കാം, എന്ത് വേണേലും ആക്കാം. യെസ്,
ഒരു മെമ്പർ മറ്റേ മെമ്പർ വെക്കാന്നല്ലേ? ഒരിക്കലിന് ശേഷം പിന്നെ അനങ്ങാൻ പാടില്ല കേട്ടോ. അതായത് ഒരാള് ശില്പിയാണ്, ഒരാള് ശില്പാണ്. ഓക്കെ, ശില്പത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാൻ. യെസ്. ഇതുവരെ നിങ്ങള് സത്യം പറഞ്ഞാല് ഈ മെമ്പറെ മുഖത്തൊക്കെ ഇങ്ങനെ തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവും. നിങ്ങൾ തൊട്ടിട്ടുണ്ടോ പരസ്പരം? മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? അല്ല, ചിരിച്ചിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും സുന്ദരമായിട്ട് കൈകൾ കോർത്ത് പിടിച്ചിട്ടുണ്ടോ എല്ലാവരും കൂടി? ഇല്ല, ഓക്കെ. ഏറ്റവും സുന്ദരമായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മറ്റുള്ളവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് കെട്ടകാലത്തിലേക്ക് പോകുന്ന നാടിനെ ഏറ്റവും സുന്ദരമായിട്ട് കൊണ്ടുവരേണ്ട ചുമതല നിങ്ങളുടേതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കഴിയണം. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പ. എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ, എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ, എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പ. എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടു കൂടി ഏറ്റവും സുന്ദരമായിട്ട് നമ്മുടെ നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇനി ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും വരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. താങ്ക് യു.